ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ബജറ്റ് ഫോൺ ഇറങ്ങിയിരിക്കുകയാണ് വിവോ T3. ഒരു കിണ്ണങ്കാച്ചി ഐറ്റമാണ്, ചുമ്മാ പറയുന്നതല്ല. വിവോയുടെ അല്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോകൊന്നും വേണ്ട. അടിപൊളി വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് വിവോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യം ഒരു ക്യുക്ക് അൺബോക്സിംഗ്, അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയാം. ഈ കാണുന്നതാണ് വിവോ T3യുടെ ബോക്സ്. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഫോൺ ഇരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇതിന്റെ ഡിസൈൻ. നല്ല അൾട്രാ സ്ലിം ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. വളരെ സ്ലിം ആണ്. എന്തായാലും ഡിസൈനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റുകൾ പെർഫോമൻസും ക്യാമറയും ഒക്കെയാണ്. ആദ്യം ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം, എന്നിട്ടാവാം ബാക്കിയല്ല. ഈ ഒരു ഫോൺ വരുന്നത് ഡൈമെൻസിറ്റി 7200 എന്ന പ്രോസറുമായിട്ടാണ്. ഇത് ഈ ഒരു സെഗ്മെന്റിലെ ഫാസ്റ്റസ്റ്റ് പ്രോസർ എന്ന് പറയാം. ഇനി അങ്ങോട്ട് കുറച്ച് കാലം ഈ ഫോണുകൾ ഈ ഒരു പ്രോസർ വെച്ചുകൊണ്ട് കുറേ ഫോണുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇതിലും ആ പ്രോസർ തന്നെയാണ് വരുന്നത്. ബെസ്റ്റ് പ്രോസറാണ്. നോർമൽ യൂസിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ നൈസായ സ്മൂത്തായ പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഗെയിമുകളും കാര്യങ്ങളും പറഞ്ഞ് കളിക്കാൻ BGMI ഒക്കെ ഞാനിവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. സ്മൂത്ത് എക്സ്ട്രീം ആണ് BGMI സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ കളിച്ച് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗൈറോ ഒക്കെ ഡീസെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് ആയിട്ട് കളിക്കാനും പറ്റുന്നുണ്ട്. ആൻഡ് ബെഞ്ച് മാർക്ക് സ്കോർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 7,34,000 റേഞ്ചിലാണ് ഇതിൽ വരുന്നത്. 8GB RAM 128GB സ്റ്റോറേജ്, 8GB RAM 256GB സ്റ്റോറേജ്, അങ്ങനെയാണ് ഇതിന്റെ റാമും സ്റ്റോറേജും വരുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. 8GB റാമിന്റെ ഫോണാണ്. എക്സ്റ്റൻഡഡ് RAM 3.0 കൂടി വരുന്നുണ്ട്. 8GB RAM കൂടി സ്റ്റോറേജിൽ നിന്ന് എടുത്തുകൊണ്ട് 16GB റാമിന്റെ ഫോൺ പോലെ ഉപയോഗിക്കാം. ഓവറോൾ നോർമൽ യൂസിലായാലും അതേപോലെ ഗെയിമിംഗിലായാലും ഒന്നും വലിയ പ്രശ്നങ്ങൾ കാണാനില്ല. അത്യാവശ്യം പെർഫോമൻസ് നോക്കുന്ന ആൾക്കാർക്കും ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഇതുവരെ യാതൊരു ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ അടുത്ത പ്രധാന ഘടകമായ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4Kയിൽ OIS സ്റ്റെബിലൈസേഷനോടുകൂടി നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ സ്റ്റെബിലൈസേഷൻ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഡേ ലൈറ്റിൽ ഹ്യൂമൻ സബ്ജക്റ്റ് ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന രീതിയിൽ വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് നോക്കേണ്ടത്. ഇൻഡോർ ലൈറ്റിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കി. ഈ കാണുന്നതാണ് അതിന്റെ സാമ്പിൾ. അത്യാവശ്യം നല്ല രീതിക്ക് ഇതിന്റെ മെയിൻ ക്യാമറ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിന്റെ നോർമൽ ഫോട്ടോസ് ആയാലും കാര്യങ്ങളായാലും ഒക്കെ ഡീസന്റ് ആണ്. അത്യാവശ്യം കുറച്ച് ഇമേജ് സാമ്പിളുകളൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ ഞാൻ എടുത്ത ഫോട്ടോസ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഡീസന്റ് ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പം തോന്നിയില്ല. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആക്കാം. പിന്നെ നോർമൽ സെൽഫി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ സെൽഫീസ് നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. വീഡിയോസിലേക്ക് വന്നാലും സെൽഫി വീഡിയോ ഈ കാണുന്ന തരത്തിലാണ് കിട്ടുന്നത്. ഫുൾ HD ആണ്. ഇവിടെ 4K ഒന്നുമില്ല. ബട്ട് ഉള്ള ഫുൾ HD ഈ കാണുന്ന തരത്തിൽ ഡീസന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. സ്റ്റെബിലൈസേഷൻ എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. എന്നാലും ഡീസന്റ് ആയിട്ടുണ്ടല്ലേ. ഇൻഡോർ ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സോ ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഫ്ലിക്കർ ഫ്രീ സെൻസർ. അതായത് നമ്മൾ നോർമലി ചില ഫോണിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഫ്ലിക്കറിംഗ് ആയിരിക്കും ആ ഫോണിൽ. നമ്മൾ ഈ ഒരു ഫോൺ കൊണ്ട് വേറൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ അതിൽ ഭയങ്കര ഫ്ലിക്കറിംഗ് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാണാറുണ്ട് പലപ്പോഴും. ഇതിൽ ആ ഒരു പ്രശ്നം വളരെയധികം കുറവേ കാണുള്ളൂ എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ കാണുന്ന തരത്തിലാണ്. വലിയ കുഴപ്പമില്ലെന്ന് പറയാം. എന്തായാലും അങ്ങനെ ഒരു സെൻസറൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഡോക്യുമെന്റ് സ്കാനിംഗ് ഒക്കെ കുറെ കൂടി ബെറ്റർ ആക്കിയിട്ടാണ് പറയുന്നത്. ഞാൻ അവിടെ സ്കാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. ക്യാമറയിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ ഓവറോൾ ഡീസന്റ് സെറ്റപ്പ് ആണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച്. ഇനി ഇതിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. 185 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ. 7.83 mm ആണ് തിക്നെസ് വരുന്നത്. സോ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. റിയർ സൈഡ് പോളികാർബണേറ്റ് ആണ്. ഫ്രണ്ടിൽ ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2+ എന്ന പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളും അപാകതകളൊന്നും 8 5G ബാൻഡ് ഒക്കെ വരുന്നുണ്ട്. സോ ആ കാര്യങ്ങളിലും ടെൻഷൻ വേണ്ട. ഒപ്പം തന്നെ ഇതിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കിയാൽ താഴെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. Type-C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ കാണാം. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി മനസ്സിലായല്ലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ ഫോണിന് IP54 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം വെള്ളമൊക്കെ തെറിച്ചാലും പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് സാരം. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. കോസ്മിക് ബ്ലൂവും ക്രിസ്റ്റൽ ഫ്ലേക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റിലെ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. ബെസ്റ്റ് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. നെറ്റ്ഫ്ലിക്സിലും HDR10 അങ്ങനെയുള്ള കേപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളും ടെൻഷൻ വേണ്ട. ഇതിന്റെ സാർ വാല്യൂം കാര്യങ്ങളൊക്കെ ലിമിറ്റിനകത്ത് തന്നെയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പിന്നെ ഇതിൽ വരുന്ന 5000 mAh ബാറ്ററിയാണ്. 44 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ്. അതൊക്കെ ഡീസന്റ് സെറ്റപ്പ് ആണ്. പിന്നെ OIS അപ്ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ നോക്കിയാൽ FunTouchOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്.
സോ അതും ഡീസന്റ്. പിന്നെ ഒരു കാര്യം കൂടിയും, ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. യാതൊരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പെർഫോമൻസ് ഒക്കെ സ്മൂത്ത് ആണ്. സോ മൊത്തത്തിൽ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം പരിഗണിക്കുമ്പോൾ 17,990 ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു കിണ്ണം കാച്ചി വാല്യൂ ഫോർ മണി ഫോൺ ആവുന്നത്. സോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് വിടാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ആദ്യം ചെല്ലുന്ന 1000 പേർക്ക് എക്സ്ട്രാ ഒരു 500 രൂപയുടെ കൂപ്പൺ ഓഫർ കൂടി കിട്ടും. സോ അതുകൂടി തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ മൊത്തത്തിൽ വിവോയുടെ ഈ T3 എന്ന ഫോൺ ഒരു ബെസ്റ്റ് ബജറ്റ് വാല്യൂ ഫോർ മണി ഫോൺ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യുക. എല്ലാവരും കമന്റ് കൂടി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.